ആ നമ്പർ എൻ്റെ നമ്പരാ, മനസ്സിലായില്ലേ? ആ നമ്പർ എൻ്റെ നമ്പരാ. എൻ്റെ അച്ഛൻ്റെ എൻ്റെയും അമ്മയുടെ നമ്പർ എനിക്ക് അറിയാവൂ എൻ്റെ ലൈഫ്. പിന്നെ എനിക്കൊരു PR ഉണ്ടെങ്കിൽ അയാളുടെ നമ്പർ എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവളെന്നിട്ട് ചോദിച്ചു, ഇവള് ഔട്ടാവുന്നതിന് മുന്നേ ഇവളെന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യണോ, എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും പറയണോ എന്നൊക്കെ ചോദിച്ചു. ഇവന് വേണ്ട, പറ. അന്ന് അക്ബറിന്റെ പ്രശ്നം നടക്കുന്ന സമയമായിരുന്നു. ഇതാണല്ലോ ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ പ്രശ്നം. അവിടെ PR ഫോൺ നമ്പർ എഴുതി കൊടുത്തുകൊണ്ട് അക്ബറിനെതിരെ നീങ്ങാനായിട്ട് അനുമോള് പറഞ്ഞു എന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ അന്താരാഷ്ട്ര പ്രശ്നം. കേട്ടല്ലോ, അവിടെ എന്റെ കുടുംബം തകർക്കാൻ നോക്കി, എന്നെ തകർക്കാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അവിടെ മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനുമോള് കരഞ്ഞു കഴിഞ്ഞാൽ അത് കരച്ചിൽ ഡ്രാമ, അക്ബർ കരഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കരച്ചിലാണ്, സെന്റിമെന്റലാണ്. എന്തായാലും സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോ മനസ്സിലാവാത്തവർക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം തരാനായിട്ട് കഴിയണം ഈ പറയുന്ന ആദിലയ്ക്കും നൂറയ്ക്കും. എന്നിരുന്നാൽ മാത്രമേ ഈ പറയുന്ന അനുമോളി ചെയ്തു എന്ന് പറയുന്നതിനോട് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുള്ളൂ. സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അന്ന് ജിസയിൽ പോകുന്ന സമയത്താണെന്ന് തോന്നുന്നു, അന്ന് ആദിലയാണ് പുറത്തു പോവുക എന്നാണ് ഇവരെ കണക്കൂട്ടിയിരുന്നത്. അതായത് ആദിലയ്ക്കും ഉറപ്പായിരുന്നു ആദില പുറത്തു പോകും എന്നുള്ളത്. അനുമോളും ഏകദേശം ഉറപ്പിച്ചു അപ്പൊ ആദില ആയിരിക്കും പുറത്തു പോകുക എന്നുള്ളത്. ആ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ലിപ്സ്റ്റിക് കൊണ്ട് ടിഷ്യൂ പേപ്പറിൽ ഒരു ഫോൺ നമ്പർ എഴുതി കൊടുത്തു. അത് PR നമ്പർ ആണെന്നും അവിടെ ചെന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നും നൂറയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് 50,000 രൂപ കൊടുത്താൽ മതിയെന്നും അതുപോലെ തന്നെ ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാണ്, അക്ബറിനെ എതിരെ പ്രവർത്തിക്കണം എന്ന് പറയാനും അനുമോള് ഏൽപ്പിച്ചു എന്നാണ് ഈ പറയുന്ന ആദില ഇവിടെ ആരോപിക്കുന്ന ആരോപണം. ഇനി ഇതിൽ സംശയമൊന്നുമില്ലേ? ഇനി ഞാൻ ഒന്നാമത്തെ കാര്യം ചോദിക്കട്ടെ. ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ PR നമ്പർ കാണാപ്പാടം പഠിച്ച് അനുമോള് അകത്തേക്ക് കയറിയിട്ട് അനുമോൾക്ക് എന്താവശ്യമാണുള്ളത്? ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ആൾക്ക് ഈ PR നമ്പർ കൊണ്ട് എന്താണ് ഉപയോഗം? അതൊന്നും നിങ്ങൾ പറഞ്ഞേ. ഇപ്പോ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഫോണ് കയ്യിലുള്ള ഈ സമയത്ത് എനിക്ക് എന്റെ കെട്ടിയോന്റെ നമ്പറും എന്റെ നമ്പറും അല്ലാതെ വേറൊരാളുടെ നമ്പർ അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ നമ്പറിലേക്ക് വിളിക്കാമെന്നല്ലാതെ വേറൊരാളുടെ നമ്പറും എന്നെ കുറിച്ച് അറിയില്ല. എനിക്ക് ഓർത്തു വെക്കാനായിട്ട് സാധിക്കാറില്ല. ഞാൻ പഠിച്ചാലും എനിക്ക് ഓർത്തു വെക്കാൻ സാധിക്കാറില്ല. അത് മറ്റൊരു കാര്യം. അപ്പോ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അച്ഛന്റെയും അമ്മയുടെയും എന്റെയും നമ്പർ അല്ലാതെ മറ്റാരുടെയും നമ്പർ എനിക്ക് കാണാതെ അറിയില്ല എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമാണ്. കാരണം അവിടെ PR നമ്പർ കാണാപ്പടം പഠിച്ചു വെച്ച് വന്നിട്ട് അനുമോൾക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അവിടുത്തെ PR ഫോൺ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇനിയിപ്പൊ അനുമോള് പഠിച്ചു വെച്ചിട്ട് എങ്ങാനും ഓർത്തു വെക്കണം എന്ന് വിചാരിച്ച് പഠിച്ചു വന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ. ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇത്രയും ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞ് ഇവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ? പല കാര്യങ്ങളും ഇവർ മറന്നുപോകും. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇവരുടെ നമ്പർ പോലും മറന്നുപോയി എന്ന് പല സീസണുകളിലും പലരും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വരും. ഇവർക്ക് ഇവരുടെ നമ്പർ പോലും ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു PR നമ്പർ പെട്ടെന്ന് പഠിച്ച് ഓർത്തു വെച്ചിട്ട് ഇത്രയും നാളും അനുമോളതങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് എഴുതി പഠിക്കായിരുന്നു, ഇമ്പോസിഷൻ പോലെ പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് എഴുതി കൊടുക്കാനായിട്ട്. അവിടെ അച്ഛൻ്റെയും നമ്പർ അമ്മയുടെയും നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് എഴുതി കൊടുക്കാൻ പിന്നെയും സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ആ നമ്പർ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെയും ഓർത്തെടുത്ത് അവിടെ കൊടുക്കാൻ സാധിക്കും. PR നമ്പർ അനുമോളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ അത് പഠിച്ചു വെക്കേണ്ട ആവശ്യകതയും വരുന്നില്ല. പിന്നെ അവിടെ വന്ന് ഇത്രയും ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു നമ്പർ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഒരു റീസൺ, ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു റീസൺ ആണ് അത്. അനുമോള് PR നമ്പർ അല്ല എഴുതി കൊടുത്തതെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു റീസൺ ആണ് ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇവിടെ പറയുന്നത് 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നൂറയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സപ്പോർട്ട് ചോദിക്കാമെന്നുള്ളത്. അപ്പോൾ വെറും 50,000 രൂപയുള്ളൂ PR വർക്കിന് എന്ന് ഇക്കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. നൂറ് അവിടെ പറയല്ലെങ്കിൽ ആദ്യം നൂറ് അത് പറയുന്ന സമയത്ത് കുറച്ച് ലോജിക്ക് വേണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, അതായത് അക്ബറിനെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അക്ബറിനെ പുറത്ത് എന്നിട്ട് കരിവാരി തേക്കണം എന്ന് ഈ കാര്യം പറഞ്ഞ് കരിവാരി തേക്കണം എന്ന് അനുമോള് പറഞ്ഞു എന്ന്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു, അക്ബറിനെ വെളുപ്പിച്ചെടുക്കുന്നു വീക്കെൻഡ് എപ്പിസോഡുകളിൽ എന്ന് ഇവിടെ ആരാണ് ഈ പറയുന്നത്? സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാചകങ്ങളാണിത്. നമ്മുടെ പുറത്തുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന വാചകങ്ങൾ. ഇതെങ്ങനെ അകത്തിരിക്കുന്ന അനുമോൾ അറിയുന്നു? അനുമോൾക്ക് ഇത് അറിയാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ ലൈവ് കണ്ടവർക്ക് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഈ കലാഭവൻ സരികയും ഇവര് വന്ന സമയത്ത് ശൈത്യയും ഇവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദിലയ്ക്ക് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാണ് എന്ന് അനുമോള് പറഞ്ഞു പരത്തി എന്നുള്ള കാര്യം ആദിലയ്ക്ക് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ലൈവില് ഞാൻ ആ സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദിലയുടെ അടുത്ത്.
ഇങ്ങനെയൊക്കെയാണ് ന്യൂസ് കേൾക്കുന്നത്. അനുമോളും ഇവിടെ ഈ ഒരു നോമിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിനോട് ഭയങ്കര സപ്പോർട്ടാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ. അനുമോൾ ഉപയോഗിച്ച വാക്ക് വൈറ്റ് വാഷ് എന്നോ ഇതൊന്നും അല്ല. അനുമോൾ അവിടെ ഉപയോഗിച്ച വാക്ക് അക്ബറിനെ ഇവിടെ ഭയങ്കര സപ്പോർട്ടാണ്, ഇവിടെ ആരൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്, അക്ബറിനെ പുറത്തു പോയില്ല എന്നുള്ള ഒരു ഇതാണ് അക്ബറിന് ഇവിടെ ഉള്ളത് എന്നൊരു കാര്യം അനുമോൾ അവിടെ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഇപ്പൊ അനുമോള് ആദിലുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ നോമിനേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ അനുമോള് ആദിലുമായി സംസാരിക്കുക. അല്ലാതെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു, വെള്ള പൂശുന്നു, അക്ബറിനെതിരെ കരിവാരി തേക്കണം എന്നൊക്കെ എങ്ങനെയാണ് അനുമോൾ അവിടെ പറയുക? അപ്പൊ പറയുന്നതിന് ഒട്ടും ഒരു ലോജിക്കില്ല. ഇപ്പൊ ആദില നൂറയും കൂടി ആരോപിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ്. ലോജിക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല വാചകങ്ങൾ വരേണ്ടത്. ഒരു കാര്യം ഇവിടെ ആദിലയെ സംബന്ധിച്ചിടത്തോളം അനുമോള് ജയിക്കാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ആദിലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നുള്ളൂ. നൂറയ്ക്ക് വേണം സപ്പോർട്ട്. ഇവർ വിചാരിച്ചു ഇവിടെ നൂറയ്ക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ആദിലയും നൂറയും കൂടി അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും എന്നൊരു കാര്യമാണ് അവരവിടെ സ്വപ്നം കണ്ട് ഇരുന്നിരുന്നത്. അവർക്ക് വിജയിക്കാൻ പറ്റുമെന്നൊരു സ്വപ്നം അവർക്കുണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാള് അവിടെ വിജയിക്കാൻ പോകുന്നു എന്നറിഞ്ഞതിന്റെ വെപ്രാളവും ടെൻഷനും ഭ്രാന്തും അതിന്റെ ഇടയിൽ കൂടെ ശൈത്യം കുത്തി നിറച്ചു കൊടുക്കുന്ന വിഷങ്ങളും നിങ്ങളെ ചതിക്കായിരുന്നു, നിങ്ങളെ ചതിച്ചുകൊണ്ടാണ് അവൾ ഈ വോട്ട് മുഴുവൻ നേടുന്നത്, PR-ന്റെ പിൻബലത്തിലാണ്, PR ആണ് അവൾക്ക് വേണ്ടി ചെയ്യുന്നത്, മറ്റുള്ളവരെ മുഴുവൻ ദ്രോഹിക്കാൻ, അങ്ങനെ ശൈത്യം അവിടെ കിടന്ന് മാക്സിമം ഇതാക്കി കൊടുക്കുകയും കൂടി ചെയ്തപ്പോൾ എല്ലാം കൂടി കേട്ടപ്പോൾ ഫ്രസ്ട്രേഷനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ആദില എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്തു ഇത് ചെയ്തു എന്ന്. എന്തുകൊണ്ട് ഈ ഫോൺ നമ്പർ എടുത്ത് കാണിക്കാനായിട്ട് ആദില ധൈര്യപ്പെട്ടില്ല? അവിടെ അനുമോള് പറയുന്നുണ്ട് ഈ ഫോൺ നമ്പർ ഞാൻ എഴുതി കൊടുത്തത് അവൾ എനിക്കും അവളുടെ ഫോൺ നമ്പർ എഴുതി തന്നു, അത് ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്ത ഫോൺ നമ്പറും അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം, എങ്കിൽ അതെടുത്ത് അവൾ കാണിക്കട്ടെ. അനുമോള് പോയി ചോദിക്കുന്നുണ്ട് ആ ടിഷ്യൂ എവിടെ, ഞാൻ എഴുതി തന്ന ഫോൺ നമ്പറിന്റെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിലത് ഫ്ലഷ് ചെയ്തു എന്നാണ് പറയുന്നത്, ഞാനത് കളഞ്ഞു എന്ന്. അപ്പോ അവിടെയും ലോജിക്കില്ലായ്മ കാണുന്നില്ലേ? അവിടെ അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എടുത്ത് കാണിക്കുന്നില്ല? ഇനി അനുമോൾ ആ നമ്പർ വന്ന് ഇവിടെ ചോദിക്കുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അത്രയും ധൈര്യം ഉള്ളത് കൊണ്ടല്ലേ അനുമോൾ ആ നമ്പർ വന്ന് ചോദിക്കുന്നത്. ഇനിയിപ്പോ അത് PR-ന്റെ നമ്പർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അനുമോൾ ഇത്രയും ധൈര്യത്തിൽ വന്നിട്ട് ആദിലയുടെ അടുത്ത് വന്നിട്ട് ആ നമ്പർ ചോദിക്കോ? അപ്പൊ അതും ഇല്ല. അപ്പൊ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടാണ് അവിടെ അനുമോളെ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിൽ ആരെങ്കിലും അനുമോളെ വിശ്വസിക്കോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വയ്യാന്നുള്ള രീതിയിൽ ആര്യൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആര്യന്റെ ഡയലോഗ് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ആര്യൻ അനുമോളെ തോൽപ്പിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ, അല്ലാതെ വേറെ ലക്ഷ്യമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് കുത്തിത്തിരിപ്പും അവനുണ്ടാക്കും. ആ വീട്ടിലെല്ലാവരുടെയും ലക്ഷ്യം അതാണല്ലോ. വളരെ ചുരുക്കം പേര് മാത്രമാണ് അനുമോളെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ അനുമോളെ പുറത്തുനിന്ന് വന്നിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഒനീല്. നൂറ് അവിടെ വിഷമിച്ചിരിക്കുന്ന കാണുന്ന സമയത്ത് ഒനീൽ വന്നിട്ട് പറയാണ്, മോളെ വിഷമിക്കണ്ട, അനുമോള് ജയിക്കില്ല, PR-ന്റെ ബലത്തിൽ അനു ജയിക്കില്ല, നൂറ് തന്നെയാ വിജയിക്കുള്ളൂ എന്ന്. എന്തർത്ഥത്തിലാണ് ഒനീൽ അത് പറഞ്ഞതെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു 2 മീനിങ് ഉണ്ടായിരിക്കാം. അതെങ്കിലും കേട്ടിട്ട് നൂറ് അന്ന് സന്തോഷിച്ചോട്ടെ, ഇനിയിപ്പോ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണ്ട എന്ന് കരുതിയിട്ട് നൂറെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ഒരു മനസ്സിന്റെ സമാധാനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാവാം. അല്ലെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ അനുമോൾ അറ്റാക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാവാം. അല്ലാന്നുണ്ടെങ്കിൽ അനുമോളിനടുത്ത് കാണിച്ച സ്നേഹം മുഴുവൻ, ഒനീൽ ഇവിടെ വന്നിട്ട് കാണിച്ച സ്നേഹം മുഴുവൻ ഒരു ഫേക്ക് ആയിരുന്നിരിക്കും. എന്തായിരുന്നു ഒനീലിന്റെ ഇന്റൻഷൻ എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ആണ്. ഒനീൽ തന്നെ അത് വെളിപ്പെടുത്തേണ്ടി വരും എന്ത് ഇന്റൻഷൻ ആയിരുന്നു എന്ന്. പിന്നെ ഒരു ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട് നൂറ പുറത്തായി എന്നൊക്കെ. സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പുറത്തായി എന്നൊക്കെ കേൾക്കുന്നതുകൊണ്ട് ആരാണെന്നുള്ള കൺഫ്യൂഷനാണ് നമുക്ക്. ഇപ്പോ പൂമ്പാറ്റകൾ 2ഉം പുറത്തായി എന്നൊക്കെ ഉള്ള ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇനി അതും പോട്ടെ, ഇവിടെ ഈ ആദില നൂറയെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ ദിയാസന. ഈ ദിയാസന തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയ്ക്ക് നൂറയ്ക്കും ഇത് പക്ക നെഗറ്റീവായി എന്ന് ദിയാസനയ്ക്ക് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന കൂട്ടുകാരിയെ ചതിക്കാവുന്നതിന്റെ മാക്സിമം ആണ് ആദിലയും നൂറയും കൂടി ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് പ്രേക്ഷകർക്കിടയിൽ അത്രയും വെറുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിയാസന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദിലയ്ക്ക് പറ്റിയൊരു തെറ്റാണ്, അവിടെ വന്ന് ശൈത്യം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ആദില അത് കേട്ടപ്പോൾ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ടുണ്ടായ പ്രശ്നമാണ്, അത് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അതിനുശേഷം അവളെ കൊണ്ട് ഞാൻ അത് തിരുത്തിക്കാം എന്നുള്ള രീതിയിലൊക്കെ ദിയാസന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഭാഗമേ കണ്ടുള്ളൂ, മുഴുവൻ കാണാനുള്ള ക്ഷമ എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഞാനൊരു ചെറിയ ഭാഗം മാത്രമാണ് അതിന്റെ കണ്ടത്. അപ്പോൾ ആ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ദിയാസനയ്ക്ക് ഇവരെ കാര്യം മനസ്സിലായി. അവിടെ ഈ പറയുന്ന 2 ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാ തെണ്ടിത്തരാണെന്ന്. ഇന്ന് അനുമോള കരയുന്ന കരച്ചിലുണ്ടല്ലോ, അത് നമ്മുടെ നെഞ്ചു പെടയുന്ന തരത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കരച്ചിലാണത്, ഉണ്ടാക്കി കരയുന്നതല്ല അത്. ആ കരച്ചിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഉള്ളിൽ നിന്ന് അത്രയും വേദന സഹിച്ചുകൊണ്ട് വരുന്നതെന്ന്. സത്യം പറയാലോ മക്കളെ, ആ കണ്ണീരിന് നിങ്ങൾ വില പറയേണ്ടി വരും.
അതിന് നിങ്ങൾ അനുഭവിക്കും മക്കളെ. കാരണം അവൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു. ഒരിക്കൽ പോലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഓരോ നിമിഷവും അവളെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാന നിമിഷം അവിടുന്ന് പടിയിറങ്ങി പോകുന്ന സമയത്തും അവൾക്കിട്ട് നിങ്ങൾ വെച്ചിട്ടാണ് പോയത്. അതും ചെറിയൊരു ബോംബൊന്നല്ല നിങ്ങൾ അവിടെ പൊട്ടിച്ചത്, അതിന് മാത്രം വീര്യമുള്ള ഒരു ബോംബാണ് നിങ്ങൾ അവിടെ പൊട്ടിച്ചത്. ആ കുട്ടി അത്രയും മനസ്സ് വിഷമിച്ച് എന്താ പറയാ, തലതല്ലി കരയാന്ന് പറയില്ലേ, അതുപോലെയാണ് ആ പെൺകുട്ടി അവിടെ ഇരുന്ന് കരയുന്നത്. ആ കണ്ണീരിനെ നിങ്ങൾ എങ്ങനെ പോയാലും അനുഭവിക്കും. അത് ഏത് വിധനയിലും നിങ്ങൾക്ക് കിട്ടും എന്ന് എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. കാരണം തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാളെ നെഞ്ചു പൊട്ടി കരയാണ്. ആ കരച്ചില് എങ്ങനെ പോലും അവൾ ശപിച്ചില്ലെങ്കിൽ പോലും മറ്റൊരു വിധത്തിൽ നിങ്ങൾക്ക് അതിനെ തിരിച്ചടി കിട്ടിയിരിക്കും. ദൈവം ഒന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സരിക അവിടെ ഇരുന്ന് രാത്രി പറയുന്നുണ്ട്. ദൈവം ഉണ്ടെന്ന് തോന്നുന്നു. അവൾ ദൈവത്തിന്റെ ഇത്രയും വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം ആദിൽ എത്രയും പെട്ടെന്ന് പുറത്തു പോയത്. ആദിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അതൊക്കെ അതിലേക്ക് പറയാൻ പറ്റാതെ പോയില്ലോ. അത് ദൈവം ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു, ദൈവത്തിൽ ഇത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിന് രക്ഷപ്പെട്ടു പോയതെന്ന് വെച്ചിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവരെല്ലാവരും വന്നതെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കാണാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവരവിടെ പ്ലാനിങ് ചെയ്തിട്ട് വന്ന കാര്യങ്ങൾ മുഴുവൻ അവർക്ക് സക്സസ് ആക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് ആദില പുറത്തു പോയി കുറേ കാര്യങ്ങൾ അവരവിടെ പ്ലാൻ ചെയ്തത് നടന്നു. പക്ഷേ ശൈത്യക്ക് ആകെപ്പെട്ട അവസ്ഥയായി. 30 ലക്ഷത്തിന്റെ ലോണിന്റെ കാര്യം, PR-ന്റെ കാര്യം ഒക്കെ അനുമോൾ അവിടെ സത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ദൈവങ്ങളെ വിളിച്ച് സത്യമായിട്ട് അനുമോൾ അവിടെ പല കാര്യങ്ങളും പറഞ്ഞു. വേണ്ടിയിരുന്നില്ല, ഇവിടെ വെച്ച് സംസാരിക്കേണ്ടിയിരുന്നില്ല, പുറത്തു പോയിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് ശൈത്യ വിഷമം പറയുന്നുണ്ട്. ബിന്നി പറയുന്നുണ്ട്, പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലേ, നമ്മൾ വന്നിട്ടാണ് ആദിലയെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലേ എന്ന് ബിന്നിയുടെ വിഷമം അവിടെ പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഭയങ്കര സീനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അസൂയ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോവും. അസൂയ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ മക്കളെ. ഇതിന് അസൂയ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനൊക്കെ എന്ത് വൃത്തികെട്ട മെന്റാലിറ്റി എന്നാണ് നമ്മൾ പറയേണ്ടത്. അത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള കുറെ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന എന്താ പറയാ, ഇങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ദേഹത്തേക്ക് ഇങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ആളതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. ഇനി 2 ദിവസം കൂടി ആ പെൺകുച്ച എങ്ങനെ അവിടെ അതിജീവിക്കുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. അത്രയും സഹനശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി അവിടെ പിടിച്ചു നിൽക്കുന്നത്. എല്ലാവരും അതുപോലെ അതിന് അറ്റാക്ക് ചെയ്തിട്ടും ആ പെൺകുട്ടി അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ മാനസിക നില തെറ്റാതെ അത് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേ പറ്റും മക്കളെ. എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനസിക നില തെറ്റും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ വ്യക്തി അവിടെ നിൽക്കുന്നത്. അനുമോള് എങ്ങനെയാണ് ആ കുട്ടി അങ്ങനെ മാനസിക നില തെറ്റാതെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉണ്ടാവുന്ന സൈബർ അറ്റാക്കുകൾ, ഇവരെല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ, ശൈത്യ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ, ആദിലും പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് ആ കുട്ടി ആ മെന്റൽ ട്രോമയിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് ഒരുപാട് സമയം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നറിയുന്ന ആ ഒരു വിശ്വാസത്തിൽ പിടിച്ചു കയറി വരികയും ചെയ്യാം. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ? ആ തെളിവാണ് ഞാൻ ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ചോദിക്കുന്നത്. നൂറയ്ക്ക് എന്ത് ജന്മന്റെ മക്കളെ നിങ്ങളൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും എന്ത് തോന്നിവാസം ചെയ്യാന്നുള്ള ഈ വൃത്തികെട്ട മെന്റാലിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കുട്ടികളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്താ വെച്ചാൽ അനുമോളുടെ കൂടെ കൂടിയതുകൊണ്ടും ഷാനവാസിന്റെ കൂടെ കൂടിയതുകൊണ്ടും മാത്രമാണ് ഇത്രയും പ്രേക്ഷക സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയത്. പലപ്പോഴും നിങ്ങൾ പുറത്തു പോകേണ്ട സ്ഥാനത്ത് അനുമോളുടെ വോട്ട് കൊണ്ടും അതുപോലെ ഷാനവാസിന്റെ വോട്ട് കൊണ്ടും നിങ്ങൾ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ട്. അവരെ ചാരി നിന്നിട്ട് ഇവിടം വരെ എത്തിയിട്ട് അവരെ രണ്ടുപേരും വെട്ടി വീഴ്ത്തിയിട്ട് മുന്നേറാനാണ് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചത്. അതല്ലേ ഏറ്റവും വലിയ കൊടും ചതി എന്ന് പറയുന്നത്. ആ ചതി ദൈവം പോലും പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പുറത്തു പോയി ഇരിക്കേണ്ടി വന്നതും. രണ്ടുപേരും പുറത്തു പോയി എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ദൈവം ഉണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാതെ എനിക്ക് തോന്നിപ്പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നേറി ഒരാളെ ചവിട്ടി കൂട്ടിയിട്ട് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിധിയില്ലേ. അതിൽ കുറേയൊക്കെ ഇവര് നടന്നു, കുറേയൊക്കെ ഇവര് നടന്നു. ഇനിയും നടക്കാന്ന് പറഞ്ഞ ഒരു പരിധിയുണ്ട്. അതിനെല്ലാം ഇപ്പോഴും നടക്കണമെന്നില്ല മക്കളെ. എന്തായാലും ഇതിനൊക്കെ ഉള്ളത് നിങ്ങൾ പുറത്തു വന്നിട്ട് എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സത്യമായിട്ട് ഞാൻ കാത്തിരിക്കാൻ കേട്ടോ. നിങ്ങൾ ആരൊപ്പം നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് മെഴുകും. എന്തായാലും നിങ്ങൾ വന്നിട്ട് കുറ്റസമ്മതം നടത്തുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റെന്ന് പറഞ്ഞിട്ട് കുറ്റസമ്മതം നടത്താൻ ആ ഒരു പ്രതീക്ഷയൊന്നും നിലവിൽ സാഹചര്യത്തിൽ എനിക്കില്ല. നിങ്ങൾ വന്ന് ന്യായീകരിച്ച് വീണ്ടും മെഴുകും. ആ ബന്ധം അവിടെ കൊണ്ട് അവസാനിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അനുമോള് നിങ്ങൾ 3 പേരുമായിട്ടുള്ള
കൂട്ടുകെട്ട് ഒരിക്കലും ഉണ്ടാവരുതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനിയും കോംപ്രമൈസ് ആയി മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം കുടിച്ച വെള്ളത്തിൽ നിങ്ങളെ വിശ്വസിക്കരുതെന്ന് അനുമോൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ മാത്രം നല്ലത്. ഇനി എങ്ങനെ പോയാലും പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ പോലും നിങ്ങളെ കൂടെ കൂട്ടാൻ കൊള്ളാത്തവരാണ്. ലക്ഷ്മി പറഞ്ഞ പോലെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരും കൂടെ കൂട്ടാൻ കൊള്ളാത്തവരാണെന്ന് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും തെളിയിച്ചു കഴിഞ്ഞു മക്കളെ. ഇതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ അക്ബറിന്റെ കാര്യം, അക്ബറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അക്ബറിനെ മുഴുവനായിട്ട് കുറ്റം പറയാനും പറ്റില്ല. ഒരാളിങ്ങനെ ചെയ്തു എന്ന് അവളുടെ കൂട്ടുകാരി തന്നെ പറയുന്ന സമയത്ത് അക്ബർ അവിടെ പൊട്ടിത്തെറിക്കുന്നു ഇതാക്കുന്നു. പിന്നെ ഒരു കാര്യം കേട്ടോ, അക്ബറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയൊരു ചാൻസ് ആണ്. അപ്പൊ പിന്നെ അങ്ങ് മുതലക്കണ്ണീര് അങ്ങോട്ട് കൂടുതലായിട്ട് ഒഴുക്കുകയും ചെയ്യാം, കൂടുതൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. എന്നാലല്ലേ പ്രേക്ഷകരുടെ അടുത്ത് എത്തുമ്പോൾ അതിനൊരു ഇതുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗുണ്ടായിസമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് ഡ്രാമയും ഇടകലർത്തിക്കൊണ്ട് അഭിനയവും ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക സീനാണ് അക്ബർ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അക്ബറെ ക്രിയേറ്റ് ചെയ്തോ എന്തായാലും ചെയ്യുന്നവർ നിനക്ക് എന്തായാലും വോട്ട് ചെയ്യും. പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരും സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കും ഒരു ഇതുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് അവർ പിന്മാറാനായിട്ട് പോകുന്നില്ല. അക്ബറെ എത്രയൊക്കെ ഡ്രാമ അവിടെ കാണിച്ചു കൂട്ടിയാലും ഈ ഡ്രാമയിൽ വീഴാനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ളവർ കുറച്ച് പേര് അതിൽ വീഴുമായിരിക്കും. പക്ഷേ അവിടെ നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങളുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവും ആരാണ് അനുമോളെ ചതിച്ചത് എന്നുള്ളത്. മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് അവരതിനുള്ള തീരുമാനം എടുത്തോളും. അക്ബറെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ എപ്പിസോഡുകളും സീനുകളൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് അക്ബറിനെ എവിടെയാണ് അനുമോള് ചതിച്ചത് എന്ന് അക്ബർ തന്നെ പറയണം. അക്ബർ പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും മാനിപ്പുലേറ്റ് അനുമോള് ചെയ്തിട്ടാണ് അവരെന്നോട് മിണ്ടാതിരുന്നതെന്ന്. സത്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു സീൻ ലൈവിലും എപ്പിസോഡിലും കണ്ടിട്ടില്ല അനുമോൾ ഇവർ രണ്ടുപേരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അനുമോൾക്കും നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു, അവർക്കും നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും കൂടിയിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് എതിർപ്പ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം വന്നപ്പോൾ ഈ പറയുന്ന വൃത്തികെട്ട ആദില പറയാണ് അനുമോളുകാരനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടാത്തതെന്ന്. ഇതിനൊക്കെ ദൈവം പൊറുക്കില്ല മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതും പോട്ടെ. അപ്പോ ഇതേ വെറുപ്പ് തന്നെ അക്ബർ അനുമോളുടെ അടുത്തും കാണിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അനുമോളെ മാത്രം കുറ്റം പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് അക്ബറെ നിനക്കുള്ളത്? അക്ബർ അങ്ങോട്ട് സ്നേഹം കാണിച്ചിട്ട് അനുമോൾ ഇങ്ങോട്ട് വെറുപ്പ് കാണിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ ന്യായമുണ്ട്. അനുമോൾ ഇങ്ങോട്ട് കാണിക്കുന്നതിനേക്കാളും 100 ഇരട്ടി വെറുപ്പും വിദ്വേഷവും അനുമോളെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യലും ബുള്ളിങ് ചെയ്യലും ചെയ്ത ആളാണ് നീ. അപ്പൊ പിന്നെ നിനക്കത് പറയാൻ എന്ത് യോഗ്യതയുണ്ട് മോനെ? ഒരു യോഗ്യതയും ഞാൻ കാണുന്നില്ല. നീ അവിടെ കിടന്ന് മൂങ്ങ്. കുറച്ചൊക്കെ അനുമോളെ നീ കുറെ മോങ്ങിപ്പിച്ചിട്ടില്ലേ, അപ്പൊ ഒന്ന് മോങ്ങ് നീയെന്ന്. ആ അനുമോള് കരഞ്ഞതിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ നിനക്ക് ഇപ്പൊ കരച്ചിൽ വരുന്നുള്ളൂ. ബാക്കി മുഴുവൻ നിന്റെ ഡ്രാമയാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരാളെ എല്ലാവരും കൂടി ഇങ്ങനെ ഇട്ട് അറ്റാക്ക് ചെയ്ത് ഇവിടം വരെ എത്തിച്ചിട്ട് അയാളെ കൊല്ലാകൊല ചെയ്യുന്ന പോലെ നിങ്ങൾ ഇവിടെ കാണിച്ചിട്ട് എന്നിട്ട് പിന്നെ സൈബർ ബുള്ളിങ് എന്റെ കുടുംബത്തിനെ ചെയ്യുന്നു എന്നുള്ളൊരു ഡ്രാമ. ഇപ്പൊ നീ അക്ബറെ നിങ്ങളുടെ ഭാര്യ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയും ബാക്കിയുള്ളവരെയും കുറിച്ച് മോശമായിട്ട് വീഡിയോ ചെയ്ത് ബുള്ളിങ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അനുമോളുടെ ഫാമിലി ആരെയും ബുള്ളിങ് ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ചെയ്യുന്നവരും അല്ലാത്തവരും അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ കാണുന്ന സമയത്തും അതിനെതിരെ പ്രതികരിക്കും. ആ സമയത്ത് നിങ്ങളെ കുറിച്ച് പറയും. അല്ലാതെ ഒരിക്കലും ഫാമിലിയെ ഇന്നേ വരെ ആരും അറ്റാക്ക് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറെ പേര് ഫാമിലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ PR ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ PR-നെയും അനുമോളുടെ ഫാമിലിയെയും ഒക്കെ അങ്ങ് കുറ്റപ്പെടുത്താനായിട്ട് എല്ലാവരും കളിക്കട്ടെ, മൊത്തത്തിൽ അങ്ങ് കളിക്കട്ടെ. എന്തായാലും അർഹതയുള്ളവന്റെ കയ്യിൽ ആ കപ്പ് എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അർഹതയില്ലാത്തവന്റെ കയ്യിലാണ് ആ കപ്പ് എത്തുന്നതെങ്കിൽ ഇനിയിപ്പോ ഈ ഷോ തന്നെ എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തരം ചീപ്പ് ഷോ എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തും സംഭവിക്കാമെന്ന് എനിക്ക് പറയാനായിട്ട് ഇപ്പോൾ സാധിക്കുള്ളൂ. കാരണം അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ടീം തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അവസാനം വരെ അവളെ ഹരാസ് ചെയ്തുകൊണ്ട് അവിടെ കണ്ടന്റ് ഉണ്ടാക്കി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ അവിടെ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റന്റ് 2-3 ദിവസം മാക്സിമം ആണ് നിൽക്കുക. ഇത് ബിഗ് ബോസിന് മനസ്സിലായി ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് കിട്ടുന്നു. അതുകൊണ്ട് അവരാരെയും ബിഗ് ബോസ് പുറത്താക്കുന്നില്ല. അവസാനം വരെ അങ്ങോട്ട് പിടിച്ചു നിർത്താണ് ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസിന് തന്നെ കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഇവര് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ടന്റ് കിട്ടും. അപ്പൊ ഇവരെ നിർത്തിക്കൊണ്ട് അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാം, ചൂഷണം ചെയ്യാം, അനുമോളെ അറ്റാക്ക് ചെയ്യിപ്പിക്കാന്ന് അങ്ങനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബിഗ് ബോസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസിന്റെ പ്ലാനിങ് എന്താണ്? അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ബിഗ് ബോസ് നടത്തുന്ന ഇവരും ഒരു ചീപ്പ് ഷോ അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളും നടത്ത്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം അങ്ങ് നശിപ്പിച്ച് പണ്ടാറടങ്ങിയിട്ട് ആ പെൺകുട്ടീനെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജീവൻ
ജീവനെങ്കിലും അതിന് തിരിച്ചു കൊടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്തി ആ ബിഗ് ബോസ് ടീം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അവരൊരു പെൺകുട്ടിയെ അതുപോലെ ചെയ്യുന്നത് കണ്ട് അവിടെ രസിച്ച് അത് വിറ്റ് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആ വന്ന കണ്ടസ്റ്റൻസിനെ ഇതുവരെ ഇറക്കി വിടാനുള്ള ഒരു മര്യാദ പോലും ബിഗ് ബോസ് അവിടെ കാണിച്ചിട്ടില്ല. ഒരു സീസണിൽ ചെയ്യാത്ത പോലെയാണ് ഈ സീസണിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കിക്കൂടെ ബിഗ് ബോസിന്റെ ഉദ്ദേശം എന്താണെന്ന്. ആ ഉദ്ദേശശുദ്ധി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ സീസണിൽ കപ്പടിക്കാൻ യോഗ്യത ആരും ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് അനുമോള് മാത്രമാണെന്ന്. ബാക്കി ആർക്കും അതിനുള്ള അടുത്ത് വരാനുള്ള യോഗ്യത പോലും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും.